Welcome to physics class. Today we are discussing about equations of motion. How can we derive equations of motion from a graph, a velocity time graph? That is our topic. We have learned about velocity time graph. Here, look at a velocity time graph. What do you mean by velocity time graph? എന്താണ് velocity time graph കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Yes, a graph plotted by taking time along x-axis and velocity along y-axis. That is called a velocity time graph. Okay. A position time graph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ graph plotted by taking time along x-axis and position along y-axis. അതാണ് position time graph എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇവിടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിലെ ടൈം നമുക്ക് കാണാൻ കഴിയും 0, 1, 2, 3, 4, 5 ഇങ്ങനെയാണ് എക്സ് ആക്സിസിലെ ടൈം മാർക്ക് ചെയ്തിട്ടുള്ളത്. ടൈം ഇൻ സെക്കൻഡ് ആണ്. ഓക്കെ, വൈ ആക്സിസിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 0 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്, ഈ രീതിയിലാണ് വെലോസിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സ്കെയില് സെലക്ട് ചെയ്യണം. ഇവിടെയുള്ള സ്കെയിൽ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആൻഡ് ദെൻ വൈ ആക്സിസ് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലുള്ള വെലോസിറ്റി കാണണമെങ്കിൽ, ഒരു ടൈം ഇൻ്റർവെല്ലിലുള്ള വെലോസിറ്റി കാണണമെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? യെസ്, അത് നമ്മൾ പഠിച്ചതാണ്. ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം 2 സെക്കൻഡ് ടു ദ ഗ്രാഫ് ആൻഡ് ദ perpendicular will meets at a point on the graph and draw another perpendicular to the y-axis. y-axisലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതെവിടെയാണോ മീറ്റ് ചെയ്തിട്ടുള്ളത് ആ പോയിന്റ് ആയിരിക്കും 2 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 4 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി കാണണമെങ്കിൽ എന്താ ചെയ്യുക? സിമിലർ സ്റ്റെപ്പ് തന്നെ. എന്താ ചെയ്യുക? Draw a perpendicular from 4 second and that perpendicular meets at a point on the graph and draw another perpendicular from the point to the y-axis. അപ്പോൾ y-axisലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ 40 മീറ്റർ പെർ സെക്കൻഡിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വലായിട്ടാണ് വെലോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നത് അല്ലേ? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ടൈം 0, 1, 2, 3, 4, 5 സെക്കൻഡ് ആ രീതിയിലല്ലേ ടൈമിൽ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വെലോസിറ്റിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 0, 10, 20, 30, 40, 50 ആ രീതിയിലാണ് വെലോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വെലോസിറ്റിയിൽ ഈക്വലായിട്ടാണ് ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ ഹിയർ ദ ഗ്രാഫ് ഇസ് എ യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡി അല്ലേ? യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡിയുടെ ഗ്രാഫാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ യൂണിഫോം ആണ്, ആക്സിലറേഷൻ സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്, ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഗ്രാഫിൽ നിന്ന് ഇവിടെയുള്ള ആക്സിലറേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അതിനുള്ള സ്റ്റെപ്പാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്.
ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ കാണാൻ വേണ്ടി കഴിയും, എങ്ങനെ നമുക്ക് ഫൈനൽ വെലോസിറ്റി കാണാൻ വേണ്ടി കഴിയും, എങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം, ഇതൊക്കെയാണ് നമ്മൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഗ്രാഫിനെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നേരത്തെ നമ്മൾ ടൈം ഇൻ്റർവെൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് 2 സെക്കൻഡ് ടു 4 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 2 സെക്കൻഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 4 സെക്കൻഡിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഈ 2 സെക്കൻഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, എസ്. ഓക്കെ, ഇനി അവിടുന്ന് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ഗ്രാഫിൽ മീറ്റ് ചെയ്തിട്ടുള്ള പോയിന്റിൽ നമ്മൾ പി എന്ന് കൊടുക്കാം. അപ്പോൾ പി എസ് എന്ന് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ പി എസ് എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രാഫിൽ? ഓക്കെ, പി എസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ് അല്ലേ. അതായത് 2 സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലേ, സോറി 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻ്റർവെല്ലിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. യൂണിഫോം ആക്സിലറേഷനിലാണ് നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലാണ് എടുത്തിട്ടുള്ളത്, 2 സെക്കൻഡ് ടു 4 സെക്കൻഡ്. അപ്പോൾ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ എടുക്കുമ്പോൾ അവിടെയുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ആ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നിട്ടുള്ളത് 2 സെക്കൻഡിലാണ് അല്ലേ. 2 സെക്കൻഡിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 20 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. ഈ ഗ്രാഫിനകത്ത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്? പി എസ് ആണ്. ഈ പി എസ് എന്ന് പറയുന്നതാണ് 20 മീറ്റർ പെർ സെക്കൻഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പി എസ് ഈസ് ഈക്വൽ ടു യു എന്ന് പറയാം. ബിക്കോസ് ഇനീഷ്യൽ വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യു ആണ്, റൈറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫൈനൽ വെലോസിറ്റി, അതായത് 2 to 4. ഇപ്പോൾ 4 സെക്കൻഡിലാണ് ഇവിടെയുള്ള ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രാഫിനകത്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഈ നെക്സ്റ്റ് പോയിന്റ് 4 സെക്കൻഡിൽ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിട്ടില്ലേ, ഈ 4 സെക്കൻഡിലുള്ള പോയിന്റിന് നമുക്ക് ആർ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ആറിൽ നിന്ന് പെർപെൻഡിക്കുലർ ഗ്രാഫിലേക്ക് വരച്ചിട്ടുണ്ട്. ആ പെർപെൻഡിക്കുലർ ഗ്രാഫിൽ മീറ്റ് ചെയ്തിട്ടുള്ള പോയിന്റിന് നമ്മൾ ക്യൂ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂ ആർ എന്ന് പറയുന്നതാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫൈനൽ വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ നോക്കിക്കോ, ക്യൂ ആർ എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡിന് ഈക്വലായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഗ്രാഫിനകത്ത് ക്യൂ ആർ എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടൈമാണ്. ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എസ് ആർ ആണ് അല്ലേ, എസ് ആർ. അപ്പോൾ 2 സെക്കൻഡിലുള്ള ടൈം നമ്മൾ എസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, 4 സെക്കൻഡിലുള്ളത് 6 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, എസ് ആർ. ഓക്കെ, അപ്പോൾ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയുള്ള ടൈം, ഇൻ ബിറ്റ്വീൻ 2 സെക്കൻഡ് ആൻഡ് 4 സെക്കൻഡ് വാട്ട് ഈസ് ദ ടൈം? 2 സെക്കൻഡിന് 4 സെക്കൻഡ് ഇടയിൽ എത്രയാണ് ടൈം വരിക? യെസ്, 2 സെക്കൻഡ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? യെസ്, 4 - 2 അല്ലേ, 4 - 2. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്ന പോയിന്റ്, അതായത് 2 സെക്കൻഡിലുള്ള ടൈം എന്ന് പറയുന്നത് നമ്മൾ T1 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. 4 സെക്കൻഡിലുള്ള ടൈം എന്ന് പറയുന്നത് T2 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ് ആർ എന്ന് പറയുന്ന ടൈം എങ്ങനെയാണ് നമുക്ക് കിട്ടുക? T ഈസ് ഈക്വൽ ടു T2 - T1 എന്നെഴുതാലോ. ഓക്കെ, അപ്പോൾ എസ് ആർ ഇസ് ഈക്വൽ ടു ടി, ദാറ്റ്സ് ഈക്വൽ ടു T2 - T1. ഇങ്ങനെയാണ് നമ്മൾ ടൈം ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഗ്രാഫിൽ നിന്ന് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് അല്ലേ. ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എസ് ആർ ആണ്, എസ് ആർ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി എസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി നിങ്ങൾ പി എസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിമിലർ ടു എ ആർ. ഓക്കെ, പി എസ് ഈസ് സിമിലർ ടു എ ആർ. പി എസ് എന്ന് പറയുന്നത് എ ആറിന് സിമിലർ ആണ് എന്നുള്ളത് നമുക്ക് ഗ്രാഫിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും. സോ ദാറ്റ് ഈസ് പി എസ് ഈസ് ഈക്വൽ ടു എ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു യു. അത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഗ്രാഫിൽ ഫൈനൽ വെലോസിറ്റി, വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഫ്രം ദ ഗ്രാഫ്? ദാറ്റ് ഈസ് ക്യൂ ആർ. ക്യൂ ആർ ആണ്
ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ എ ക്യൂ? നമുക്കിതിനകത്ത് നിന്ന് എ ക്യൂ എങ്ങനെ മെഷർ ചെയ്യാം? എ ക്യൂ, യെസ്, എ ക്യൂ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ നിങ്ങൾ എ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി കഴിയും? എ ക്യൂ ഈസ് ഈക്വൽ ടു ക്യു ആർ മൈനസ് എ ആർ. ക്യു ആറിൽ നിന്ന് എ ആർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ക്യൂ കിട്ടും. ക്യു ആർ മൈനസ് എ ആർ. ഓക്കെ, അപ്പോൾ ക്യു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് ഈസ് ക്യു ആർ? ക്യു ആർ ഈസ് ദ ഫൈനൽ വെലോസിറ്റി. ക്യു ആർ ഈസ് ദ ഫൈനൽ വെലോസിറ്റി, ദാറ്റ് ഈസ് വി. മൈനസ് എ ആർ. എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു, എ ആർ എന്ന് പറയുന്നത് വി യു ആണ് അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ക്യു ആർ ഫൈനൽ വെലോസിറ്റി, എ ആർ ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് വി മൈനസ് യു. വി മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് അല്ലേ? വി മൈനസ് യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നിന്ന് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ കണ്ടു, ഫൈനൽ വെലോസിറ്റി, ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇക്വേഷൻ ഷോയിങ് വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പോൾ ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡെറൈവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനു മുമ്പ് ഹൗ ഡു വി ഫൈൻഡ് ദ ആക്സിലറേഷൻ ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് ഡെറൈവ് ചെയ്യാൻ കഴിയുക? Okay, we know that acceleration is equal to change in velocity divided by time. Okay, what is the change in velocity from the graph? Change in velocity represent ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യെസ് എ ക്യു ആയിരുന്നു അല്ലേ? എ ക്യു ആണ് വി മൈനസ് യു എന്ന് പറഞ്ഞിട്ടുള്ളത് നേരത്തെ. ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരുന്നു? എസ് ആർ ആണ് ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആക്സിലറേഷനെ സ്മോൾ ലെറ്റർ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ എ ഈസ് ഈക്വൽ ടു, സ്മോൾ ലെറ്റർ എ ഈസ് ഈക്വൽ ടു എ ക്യു ഡിവൈഡഡ് ബൈ എസ് ആർ. എ ക്യു മീൻസ് വി മൈനസ് യു ആൻഡ് എസ് ആർ ഈസ് ഈക്വൽ ടു ടി. സോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്, ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ഇക്വേഷനിൽ നിന്ന് ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യണം. ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യുവിൽ റൈറ്റ് സൈഡിൽ വി മാത്രമല്ല ഉള്ളത്, മൈനസ് യു കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മൈനസ് യു നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ടു സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലസ് യു എന്നായിട്ട് വരും. സോ എ ടി പ്ലസ് യു ഈസ് ഈക്വൽ ടു വി എന്ന് നമുക്ക് എഴുതാം. അത് ഈ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടും. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആൻഡ് ഇറ്റ്സ് കോൾഡ് വെലോസിറ്റി ടൈം റിലേഷൻ. ഇതാണ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. Next equation is equation showing position time relation. Position time relation. Okay, we know that area under velocity time graph gives displacement. Let us calculate the displacement between S to R. S മുതൽ R വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്നിനി കാണണം. ഓക്കെ, ഹിയർ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQRS, area of the quadrilateral PQRS is numerically equal to the displacement. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? PQRS എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഈ ക്വാഡ്രിലാറ്ററൽ PQRS എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ട്രപ്പീസിയം. അതൊരു ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. What is the equation to find the area of trapezium? Yes, half h into a plus b. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത്, എ ആൻഡ് ബി ആർ ദ ലെങ്ത് ഓഫ് ദ പാരലൽ സൈഡ്സ്. ഈ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് എയും ബിയും. എച്ച് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ
പാരലൽ സൈഡ്സ്. ആ പാരലൽ സൈഡ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ കാണാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണുള്ളത്? ട്രപ്പീസ്യത്തിൻ്റെ ഷേപ്പിലാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ½ h × a + b. ഓക്കെ, ഹിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രപ്പീസ്യം PQRS. ഓക്കെ, ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ½ h × a + b ആണ്. ½ h × a + b ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഗ്രാഫിൽ എച്ച് എന്ന് പറയുന്നത്, എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് SR ആണ് അല്ലേ? SR ആണ്. ഓക്കെ, പാരലൽ സൈഡ്സ് ഏതായിരുന്നു? PS ആൻഡ് QR. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ഈസ് h, ദാറ്റ് ഈസ് SR. അപ്പോൾ നമുക്ക് ഈ വാല്യൂസൊക്കെ ഗ്രാഫിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ½ × SR × PS + QR. ഓക്കെ, PS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? PS എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, U ആണ്. QR എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, V. SR എന്ന് പറയുന്നത് ടൈം ആയിരുന്നു അല്ലേ? ടൈം. സോ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് S കൊണ്ടാണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റിനെ S കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് S ഈസ് ഈക്വൽ ടു ½ SRന് പകരമായിട്ട് നമ്മൾ T എന്ന് കൊടുക്കുക. ½ × T ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടിട്ട് PS എന്ന് പറയുന്നത് U ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. U + QR എന്ന് പറയുന്നത് V. U + V എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? S ഈസ് ഈക്വൽ ടു ½ T × U + V എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ആ ഇക്വേഷൻ എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. V ഈസ് ഈക്വൽ ടു U + AT ആണ് അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് V ഈസ് ഈക്വൽ ടു U + AT. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്കിവിടെ V എന്ന് കാണുന്ന സ്ഥലത്ത് Vക്ക് പകരമായിട്ട് എന്ത് ചെയ്യുക? U + AT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ½ T × U + V എന്ന് കണ്ടില്ലേ? അപ്പോൾ ആ V എന്ന് കാണുന്ന സ്ഥലത്ത് ഇനി നമ്മൾ U + AT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് S ഈക്വൽ ടു ½ T ഇൻറ്റു ബ്രാക്കറ്റിൽ U + Vക്ക് പകരമായിട്ട് U + AT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? S ഈക്വൽ ടു ½ T ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്? U + U ഉണ്ട് അല്ലേ? U + U ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അതെ, 2U എന്ന് വരും അല്ലേ? അപ്പോൾ U + U എന്ന് പറയുന്നത് 2U. അപ്പോൾ 2U + AT. ഓക്കെ, അപ്പം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ബ്രാക്കറ്റിന് പുറത്തുള്ള ½ T കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള 2U അതേപോലെ AT ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരിക നോക്കിക്കോ? ½ T × 2U + ½ T × AT. ഓക്കെ, അപ്പോൾ ½ T × 2U + ½ T × AT. അവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ 2യും 2യും ക്യാൻസലായി പോകും അല്ലേ? ½ T × 2U ½ T × 2Uക്കകത്ത് ഈ 2യും ഇവിടെയുള്ള 2 എന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? UT പ്ലസ് ½ T × AT. ½ T × AT എന്ന് പറയുമ്പോൾ T × T എന്ന് പറഞ്ഞാൽ T² ആണല്ലോ. ഓക്കെ, അപ്പോൾ ½ × A × T² എന്നെഴുതാം. ½ × A × T². ½ × A × T². ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് എന്തെഴുതാം? S ഈസ് ഈക്വൽ ടു UT +
ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് ദിസ് ഈസ് ദ പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ, പൊസിഷൻ എന്ന് പറയുന്നത് എസ് ആണ്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, പൊസിഷൻ ടൈം റിലേഷൻ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഹിയർ എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, യു ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി, ടി ടൈം, എ ആക്സിലറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, ദാറ്റ് ഈസ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഓക്കെ, പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അറിഞ്ഞാൽ മതി. നമുക്കറിയാം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ വി നോ ദാറ്റ് ഫ്രം ദ ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. അപ്പോൾ അതിനകത്ത് ഫൈനൽ ഇക്വേഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് എസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി അല്ലേ? എസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി. ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇതാണ്, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇതാണ് വേണ്ടത്, ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി ടിക്ക് പകരമായിട്ട് മറ്റൊരു ഇക്വേഷൻ ഇവിടെ എഴുതാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണെന്നറിയാം. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഓക്കെ, എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതിൽ നിന്ന് ടൈമിനൊരു ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയാം? ഓക്കെ, ഇവിടെ ടൈം കാണുന്ന ആക്സിലറേഷൻ എന്ന് കാണുന്ന സ്ഥലത്തേക്ക് ഡിനോമിനേറ്ററിലുള്ള ടൈമിനെ കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു, അപ്പോൾ ടി ഉള്ള സ്ഥലത്തേക്ക് ആര് വരും? ആക്സിലറേഷൻ്റെ എ വരും. ഓക്കെ, അപ്പോൾ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. അപ്പോൾ ടിയുടെ ഇക്വേഷൻ കിട്ടിയല്ലോ. ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ എസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു, ഓക്കെ സോറി യു പ്ലസ് വി, എസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ടി എന്ന് കാണുന്ന സ്ഥലത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി എന്ന് കാണുന്ന സ്ഥലത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു വി മൈനസ് യു ബൈ എ ഇൻറ്റു യെസ് യു പ്ലസ് വി. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണുള്ളത്. എ എന്ന് പറയുന്നത് വി മൈനസ് യു ഇൻറ്റു യു പ്ലസ് വി രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലേ? അപ്പോൾ എ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം അല്ലേ? ഡിവൈഡഡ് ബൈ എ എന്നുള്ളത് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ആരുണ്ട് പുറത്ത്? 1/2 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 1/2a ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വി മൈനസ് യു ഇൻറ്റു യു പ്ലസ് വി എന്നെഴുതാം. വി മൈനസ് യു ഇൻറ്റു യു പ്ലസ് വി. ഓക്കെ, ഇവിടെ യു പ്ലസ് വി എന്ന് പറഞ്ഞാലും വി പ്ലസ് യു എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണല്ലോ. റെഡി അല്ലേ? യു പ്ലസ് വി എന്ന് പറഞ്ഞാലും വി പ്ലസ് യു എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണല്ലോ, ആഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് മാത്സിൽ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതെന്തിനാണ് നമ്മളിവിടെ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അതിന് സിമിലർ ആയിട്ടല്ലേ നമ്മുടെ ഇവിടെ കാണുന്ന വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ഉള്ളത്. അപ്പോൾ എക്ക് ഈക്വലായിട്ട് ഇവിടെ വിയും ബിക്ക് ഈക്വലായിട്ട് യുവും വന്നിട്ടുണ്ട് അല്ലേ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? യെസ്, എസ് ഈക്വൽ ടു 1/2a ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എന്താ വരിക? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക നിങ്ങൾ ഇവിടെ എസ് ഈക്വൽ ടു 1/2a ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ 2a കൊണ്ട് എന്ത് ചെയ്യുക? എസ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2a കൊണ്ട് എസ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഓക്കെ, അപ്പോൾ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. at ഈസ് ഈക്വൽ ടു വി മൈനസ് യു വന്നപ്പോൾ നമുക്ക് v ഇസ് ഈക്വൽ ടു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൈനസ് യു ഈക്വൽ ടു സെൻറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതേപോലെ ഇവിടെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു സെൻറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. ഓക്കെ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, ദാറ്റ് ഈസ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at. Second equation s equal to ut plus half at square. Third equation v square is equal to u square plus 2as. അപ്പോൾ ഈ 3 ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 ഇക്വേഷൻസ്. അതിനകത്ത് ഓരോന്നും എന്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനകത്ത് എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, വി ഫൈനൽ വെലോസിറ്റി, ടി ടൈം. Okay, thank you.